ിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മെ വേദനിപ്പിക്കാറുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ നടുവിലും ആശ്വാസം പകരുന്ന ചില സംഭവങ്ങളും നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. നമ്മളിതിൽ ഒരു ചെറിയ ചിന്ത നമുക്ക് ഒരുമിച്ച് പങ്കിടാം. അത് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 13-ാം വാക്യം വായിക്കുന്നു. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്ന് പോയി പഠിപ്പിൻ എന്ന് പറഞ്ഞു. നോക്കണേ, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നതെന്ന് അതെന്താണെന്ന് പോയി പഠിക്കണം. അതാണ് കർത്താവ് അവിടെയുള്ള ആളുകളോട് പറഞ്ഞത്. മതാധിഷ്ഠിത സമൂഹത്തിൽ ജീവിച്ചിരുന്ന കർത്താവ് അവിടെ പ്രസംഗിച്ചതും പഠിപ്പിച്ചതും പ്രായോഗികമാക്കിയതുമെല്ലാം മതത്തിനെതിരാണെന്ന് വിചാരിച്ച് ഒരു കൂട്ടർ തനിക്ക് ശത്രുക്കളായി മാറിയപ്പോൾ താൻ സധൈര്യം തൻ്റെ ദൗത്യം നിർവഹിക്കുവാനായി പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അക്കൂട്ടത്തിലാണ് താൻ കണ്ടുമുട്ടിയ പരീക്ഷ പ്രമാണികളോടും കപടഭക്തന്മാരായ ശാസ്ത്രിമാരോടും ഒക്കെ യഹൂദന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ വലിയ വിഭാഗം ആളുകളോട് വിളിച്ചു പറയുന്നത് കരുണയാണ് വേണ്ടത് യാഗത്തെക്കാളുപരി. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? അന്ന് ഉണ്ടായിരുന്ന ആ മതസമൂഹം, അതെ, യഹൂദ മതസമൂഹം, അവർ പഠിപ്പിച്ചിരുന്നത് ന്യായപ്രമാണത്തിൻ്റെ ഒരു അക്ഷരം പോലും തെറ്റിക്കാതെ ജീവിക്കണം എന്നുള്ളതായിരുന്നു. യാഗം അവർക്കൊഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഉത്സവങ്ങൾ അവർക്കൊഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. മറ്റ് പല കർമ്മങ്ങളും ഒഴിച്ചുകൂടാനാവാത്തത് അവർ പഠിപ്പിച്ചു വന്നു. എന്നാൽ കർത്താവ് പറഞ്ഞത് യാഗത്തെക്കാൾ കരുണയാണ് പ്രാധാന്യമർഹിക്കുന്നത്. കാരണം യാഗത്തെ ഇവിടെ ഏതൊരു കാരണവശാലും നിങ്ങൾക്ക് പിന്നെയും കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം തന്നെ പരമയാഗമായി തീരാൻ പോവുകയാണ്. അതോടുകൂടി യാഗം അവസാനിക്കും, കരുണ നിലനിൽക്കും. അതുകൊണ്ട് പ്രിയരെ, യാഗത്തേക്കാൾ കരുണയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കൾക്കായിട്ടും സ്തോത്രം. കർത്താവിൻ്റെ കരുണ ഞങ്ങളെ ഏറ്റെടുത്ത് ഒരു കരുണയുള്ള സമൂഹം വാർത്തെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു. നന്മ നേരുന്നു. ഗാഡ് ബ്ലസ് യു.